2016-ലും 2021-ലും പീരുമേട് നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് സിറിയക് തോമസ് ആയിരുന്നു. നേരിയ വോട്ടുകൾക്ക് മാത്രമാണ് 2 തവണയും കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടമായത്. ഇത്തവണ വാഴൂർ സോമനെതിരെ കേവലം 1800 വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് പീരുമേട് മണ്ഡലം സിറിയക് തോമസിന് നഷ്ടമായത്. വാഴൂർ സോമൻ്റെ നിര്യാണത്തെ തുടർന്ന് അവിടെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് വളരെ വ്യക്തമാണ്. എന്നാൽ ആ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ കേവലം 3 മാസം മാത്രമായിരിക്കും MLAക്ക് കാലാവധി ഉണ്ടാവുക. അത് കഴിയുമ്പോൾ പൊതുതെരഞ്ഞെടുപ്പിലേക്ക് വരും. നമുക്കറിയാം, ഇതിനു മുമ്പ് കുട്ടനാട് മണ്ഡലത്തിൽ തോമസ് ചാണ്ടിയുടെ മരണത്തെ തുടർന്ന് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നില്ല. പകരം പൊതുതെരഞ്ഞെടുപ്പിൻ്റെ കൂടെ, അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കൂടെയുള്ള രീതിയിലായിരുന്നു കുട്ടനാടും തെരഞ്ഞെടുപ്പ് നടന്നത്. അതല്ല, ഉപതെരഞ്ഞെടുപ്പ് നടന്നില്ല. പീരുമേട് മണ്ഡലം വലിയ തോതിൽ UDFൻ്റെ പക്ഷത്തേക്ക് ചായുന്ന, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് പോകുന്ന ഒരു മണ്ഡലമാണ്. ES ബിജിമോൾ 2016-ൽ കേവലം 370 വോട്ടുകൾക്ക് മാത്രം ജയിച്ച മണ്ഡലം. കോൺഗ്രസിന് ആധിപത്യം ഉറപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ സിറിയക് തോമസിന് വേണമെങ്കിൽ തിരിച്ചു പിടിക്കാൻ കഴിയുന്ന മണ്ഡലമാണ്. കൃത്യമായി പറഞ്ഞാൽ വാഴൂർ സോമൻ CPIയിൽ ഒരു ബദൽ മാർഗിയായി, അല്ലെങ്കിൽ ഒരു ബദലായി തന്നെ നിൽക്കുന്ന രീതിയിലായിരുന്നു. ഇടക്കാലത്ത് വെച്ച് CPI ബന്ധം വിച്ഛേദിക്കാൻ വരെ തയ്യാറായ വ്യക്തി. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം കൃത്യമായും പീരുമേട് മണ്ഡലം ഏത് രീതിയിലേക്കായിരിക്കും ചിന്തിക്കുക എന്നുള്ളത് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. പീരുമേട് മണ്ഡലം കേരള കോൺഗ്രസ് എമ്മിന് വേണം എന്ന ശാഠ്യം പിടിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതായത് ജോസ് കെ മാണിക്ക് അദ്ദേഹത്തിൻ്റെ പാർട്ടി കോട്ടയിലേക്ക് ഈ സീറ്റും കൂടി കിട്ടണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. അതിന് കാരണം വലിയ തോതിൽ ക്രൈസ്തവാധിപത്യമൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ്. എന്നാൽ CPI ആണെങ്കിൽ ആ രീതിയിലല്ല ചിന്തിക്കുന്നത്. CPI പറയുന്നത് പീരുമേട് പരമ്പരാഗതമായി CPI MLAമാർ ജയിച്ചു വരുന്ന മണ്ഡലമാണ്. ഭൂരിപക്ഷം എത്രയെന്നുള്ളതല്ല വിഷയം, CPIയുടെ സീറ്റാണ്, സിറ്റിംഗ് സീറ്റാണ്. ആ മണ്ഡലം LDF സംവിധാനത്തിൻ്റെ പേരിൽ കേരള കോൺഗ്രസ് എമ്മിന് വിട്ടുകൊടുക്കാൻ കഴിയില്ല. ഇവിടെയാണ് CPI ശക്തമായി ഇടതുപക്ഷത്തിനകത്ത് വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മാണെന്ന് അക്കമിട്ട് നിരത്തുന്നത്. മാണി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അണികളൊന്നും സുശക്തമല്ല. അവർക്ക് കുറച്ച് നേതാക്കളെ ഉള്ളൂ. ആ നേതാക്കളെ മുഴുവനായി തൃപ്തിപ്പെടുത്താനാണ് പിണറായി വിജയനും CPIഎമ്മും ശ്രമിക്കുന്നതെന്നും ഇന്നലെ വന്നവന് ബിരിയാണിയും ഇവിടെ ഉള്ളവർക്കെല്ലാം വെറും പാട്ടക്കഞ്ഞിയുമാണ് എന്നുള്ളതാണ് CPI കൃത്യമായി CPIഎമ്മിനെതിരെ തെളിവ് സഹിതം പറയുന്നത്. അത് വാസ്തവമാണ്. പീരുമേട് ആ രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള നീക്കമാണ്. അതായത് CPIയുടെ കയ്യിൽ നിന്നും ഏറ്റെടുത്തുകൊണ്ട് മണ്ഡലം കേരള കോൺഗ്രസ് എമ്മിന് കൊടുക്കാൻ വേണ്ടിയുള്ള നീക്കത്തിലേക്ക് വരുമ്പോൾ CPI നേതാക്കൾ വലിയ തോതിൽ പ്രശ്നമുണ്ടാക്കുകയാണ്.